ഇന്നങ്ങനെ സംഭവിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. വേറൊന്നുമല്ല. സാധാരണ നമുക്ക് എന്തെങ്കിലും IT ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോവാറ്. സ്കൂളിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഏകദേശം ഒരു 25 മിനിറ്റ്സ് വാക്കിംഗ് ഉണ്ട്. വെതർ നല്ലതാണെങ്കിൽ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ടൈം ഞാൻ നന്നായി എൻജോയ് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ IT ഇഷ്യൂസ് വരുന്ന സമയത്ത് എനിക്ക് എവിടേക്കോ ചെറിയ സന്തോഷം വരാറുണ്ട്. ഇന്ന് പക്ഷേ അങ്ങനല്ല. എല്ലാവരെയും കണ്ട് സംസാരിക്കാനുള്ളൊരു ചാൻസ് ആയിരുന്നു. കാരണം നാളെ മുതൽ ഞാൻ വേറെ ലൊക്കേഷനിലേക്ക് പോവും. പിന്നെ തിരിച്ച് സ്കൂളിലേക്ക് വരുമ്പോഴേക്കും എല്ലാവരും വർക്ക് ഫ്രം ഹോമിലേക്ക് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. ഞങ്ങളുടെ ടീം അത്യാവശ്യം വലുതാണെങ്കിലും സത്യത്തിൽ എല്ലാവരെയും ഇന്ന് വരെ ഒരുമിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പല ടൈമിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും. പല ലൊക്കേഷനിലേക്ക് സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ടീം അടിപൊളിയാണ് കേട്ടോ. സംഭവം ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് നഴ്സസുമായിട്ടാണ്. സാധാരണ അങ്ങോട്ട് പോവാറില്ല. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നി. അങ്ങനെ ലഞ്ചെല്ലാം അവരുടെ കൂടെ കഴിഞ്ഞിട്ടാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു മിക്സഡ് ഇമോഷനായിരുന്നു. പക്ഷേ എന്നാൽ പോലും എന്നെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നഴ്സസിൻ്റെ ഈ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലൈഫ് ഇതുപോലെ കളർഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റട്ടെ എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ലൈഫ് ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട്.